എല്ലാവർക്കും സരിത വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു കടുമാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. കാരണം ഞാൻ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ എനിക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം കല്യാണം കാണാനല്ല, സാമ്പാർ കഴിക്കാനും ഈ കടുമാങ്ങ അച്ചാർ കഴിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ എന്നെ അറിയാന്നുള്ള എല്ലാവർക്കും അറിയാം, ഞാനും സാമ്പാറും തമ്മിലുള്ള ബന്ധവും അതുപോലെ ഞാനും കടുമാങ്ങ അച്ചാറും തമ്മിലുള്ള ബന്ധവും. ഈ ഇലയിടുമ്പോൾ ഈ കടുമാങ്ങ വരുമല്ലോ, അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ നോക്കും, അത് എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പോൾ അതുമാതിരി എനിക്കത് ഇഷ്ടമുള്ളത് കൊണ്ട് അതെങ്ങനെയാണ്, പക്ഷെ ഞാൻ മുന്നേ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊട്ടും ശരിയായിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ പോകെ നമ്മൾ എക്സ്പീരിയൻസ് ആവുമെന്ന് പറയല്ലേ, അതുമാതിരി അത് ചെയ്യാൻ പഠിച്ചപ്പോൾ ഇപ്പം എന്നും അത് ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും എനിക്കുണ്ട്. അപ്പോൾ ഇപ്പം മാങ്ങ സീസണൊക്കെ കഴിഞ്ഞു വരുന്നു, എന്നാലും മാങ്ങ ഉണ്ട്, നമ്മുടെ ഇവിടെയൊക്കെ കിട്ടാറുണ്ട്, ലഭ്യതയാണ്. അപ്പം ഞാനും മാർക്കറ്റിൽ നിന്ന് മാങ്ങ കിട്ടി, 2 എണ്ണം വാങ്ങിച്ചു. ഒരുപാട് മേടിക്കത്തില്ല, ആവശ്യത്തിന്. കാരണം ഇത് ഒത്തിരി ദിവസം നമുക്ക് ഇട്ട് വിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചായിട്ട് വെക്കും. ഇപ്പോൾ 2 മാങ്ങ മതി. ഇനിയിപ്പോൾ ഞാനും മോനും മാത്രമാണ് ഈ വീട്ടിൽ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കണക്കാക്കിയിട്ടും പിന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള നൈബേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൊടുക്കാറുണ്ട്. അവർ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് വാങ്ങിയാലും പോലെയാണ് ഞാനിവിടെ ഉണ്ടാകുന്ന കറികളെല്ലാം അവിടെ കൊടുക്കും. അപ്പം കടുമാങ്ങ അവർക്ക് കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 മാങ്ങ വലുത് കല്ലാമ്മ പോലത്തെ മാങ്ങയാണ് കിട്ടിയത്. അപ്പം അതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി അതിനൊന്ന് തുടച്ച് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ നനവൊക്കെ മാറ്റിയിട്ട് വയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് മാങ്ങ കഴുകി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞിട്ട് ഞാൻ വരാം. പാർട്ടീഷൻ കഴിഞ്ഞതാണ്. സ്വത്തും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഒരു കാലയളവ് വരെ സൈലന്റായി. അപ്പം ഞാൻ മാങ്ങ നല്ല കുനുകുനാന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 മണിക്കൂർ ഉപ്പിലിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും മാക്സിമം അത് കടുമാങ്ങ ഉപ്പിലിട്ട് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെ വെച്ച മാങ്ങയാണ്. അപ്പോൾ ഉപ്പ് നല്ല വൃത്തിയും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഉപ്പ്. അപ്പം ഇപ്പം ഇതിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേറെ കറിയൊന്നുമില്ല. ഇപ്പം വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കാണുമല്ലോ. ഇപ്പം ഇഞ്ചി കാണും, വെളുത്തുള്ളി കാണും, പച്ചമുളക് കാണും, കറിവേപ്പില കാണും, ഉലുവാപ്പൊടി കാണും, കായം കാണും, എണ്ണ കാണും, അല്ലേ? ഇത്രയും ഐറ്റംസും കുറച്ച് മാങ്ങയുണ്ടെങ്കിൽ പെട്ടെന്നൊരു മാങ്ങാക്കറി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ തിങ്കളാഴ്ച നമുക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു അച്ചാർ, അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. സോ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഇതൊന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം ഇവിടെ എരിയുള്ള ഒരു 4 മുളക് എടുത്തിട്ടുണ്ട്. കുഞ്ഞു മുളകാണ്, വേണ്ട. ഇത് നമുക്ക് സ്ലൈസായിട്ട് ഒന്ന് കീറി മുറിച്ചെടുക്കാം. ഓക്കെ, നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് വേണം ഇതിന് നല്ല സ്ലൈസായിട്ട് മുറിക്കുക. കാരണം ഇത് നല്ല എരിയുള്ള മുളകാണ്. നമ്മുടെ സാധാരണ നമ്മൾ കിട്ടുന്ന നീളം മുളകല്ല, ഇതൊരു എരി മുളകാണ്. നമ്മൾ തൈരിലൊക്കെ ഇടുന്ന ഒരു മുളകാണ്. അപ്പം നല്ല എരിയുണ്ട്. ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ 4 എണ്ണം ഇത്രയും കടുമാങ്ങ ഇടാനായിട്ട് അത്യാവശ്യമാണ്. എനിക്കിത്തിരി എരിയൊക്കെ വേണം. കാരണം ഇത് കഞ്ഞി കുടിക്കാൻ, പഴങ്കഞ്ഞി കുടിക്കാൻ, നല്ല പൊരിച്ച മീനും സാമ്പാറും ഈ കടുമാങ്ങ അച്ചാറും എന്താ സ്വാദല്ലേ, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇതുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാൻ ഇച്ചിരി ഇഞ്ചി ഇത്ര കഷ്ണം വേണം. ഇഞ്ചിനെ നന്നായിട്ട് ചുരണ്ടി എടുക്കട്ടെ.
നമുക്ക് ഇപ്പം എന്തുണ്ടാക്കിയാലും അതിനൊരു പാകം നമുക്ക് തന്നെ അറിയാം. ഇതിന് ഇത്ര മുളക് വേണം, ഇത്ര മല്ലിപ്പൊടി വേണം, നമുക്കറിയാൻ പറ്റില്ല. ആ രീതിക്ക് നിങ്ങൾ ഇടുക. ബാക്കിയെല്ലാം നമ്മുടെ കുറച്ച് സ്നേഹവും കുറച്ച് കൈപ്പുണ്യവും ഒക്കെ ചേരുമ്പോഴാണ് നമ്മുടെ കറി ഭയങ്കര സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാകുന്നത് അല്ലേ. അല്ലാതെ ഇത്ര കണക്ക് എന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഞാൻ ചെയ്യുന്നത് എൻ്റേതായിട്ടുള്ള ഒരു കണക്കും എൻ്റേതായിട്ടുള്ളൊരു എനിക്കറിയാം അത് ഇത്ര ക്വാണ്ടിറ്റിയാണ് അതിലിടേണ്ടത്, ഇത്രയാണ്. അപ്പം ഡെയിലി ചെയ്യുന്ന എല്ലാ വീട്ടമ്മമാർക്കും അറിയാൻ പറ്റും എങ്ങനെയാണ് അവരുടെ ആ ഒരു കുക്കിംഗ് അതിൽ ചേർക്കേണ്ട ഐറ്റംസിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അല്ലേ. അപ്പോൾ അതുമാതിരി തന്നെയാണ് ഇത്. എൻ്റെ കാൽക്കുലേഷൻസ് അനുസരിച്ചാണ് ഞാൻ ഇതിലിങ്ങനെ ഐറ്റംസ് ഇടുന്നത്. കാരണം എനിക്ക് നല്ല ഇഞ്ചിയുടെയൊക്കെ നല്ല ചുവ വേണം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി. ഞാൻ വെളുത്തുള്ളി ഒന്ന് പൊട്ടിച്ചിട്ട് വരട്ടെ. വെളുത്തുള്ളി ഇടിച്ച് എടുക്കുക, ചതച്ചെടുക്കാനാണ് ഏറ്റവും ബെറ്റർ. മിക്സിയിൽ അടിക്കുന്നതിനെക്കാട്ടിൽ മിക്സിയിൽ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല. എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇടിച്ച് പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പോൾ പെട്ടെന്ന് തൊലിയൊക്കെ ഇങ്ങനെ ഊരി വരും, അതൊരു ഈസിയാണ്. ഇനി നമുക്ക് വേണ്ടത് നല്ല കറിവേപ്പില, നാടൻ കറിവേപ്പില. കാരണം വരവ് കറിവേപ്പില അത്ര വലിയ ഗുണമൊന്നും എനിക്ക് തോന്നാറില്ല. കാരണം അതിനൊരു മണമൊന്നും കാണത്തില്ല. പക്ഷെ വീട്ടിലൊക്കെ വരുന്ന കറിവേപ്പില ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര മണമാണ്. അതിന് ജസ്റ്റ് ഇങ്ങനെ മണപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു മണം കാണും. അപ്പോൾ അതാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ വീട്ടിലെ കറിവേപ്പില ഒരാവശ്യത്തിന് വേണം. എനിക്ക് കറിവേപ്പില നന്നായിട്ടുണ്ട്. ഞാൻ കറിവേപ്പില ചുമ്മാ കഴിക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കറിവേപ്പില മല്ലിയിലൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കും, ചവച്ചരച്ച്. അപ്പം ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഇതേ നല്ലെണ്ണ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഒഴിക്കുകയാണ്. അപ്പം നല്ലെണ്ണയുടെ നല്ലൊരു വാസന വരും. ഇത് നന്നായിട്ട് ഹീറ്റ് ആവണം. കാരണം ഇത് ഹീറ്റായിട്ട് നമ്മൾ കടു താളിക്കാനായിട്ട് പാടുള്ളൂ. കടു നന്നായിട്ട് പൊട്ടണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും നമ്മൾ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. വഴറ്റി കൊടുത്തോണ്ടിരിക്കുക, കരിയരുത്. ജസ്റ്റ് നല്ലതായിട്ട് ബ്രൗണിഷ് കളറിൽ മൂത്ത് വരണം. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുളക് പൊടി ആവശ്യത്തിന് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ലിക്വിഡ് ഫോമിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഡ്രൈ ഫോമിലല്ല. എനിക്ക് ഡ്രൈ ഫോമിൽ കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് ഇച്ചിരി ലിക്വിഡ് ഫോമായിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി ഇട്ടു. ഇനി അത് രണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഉപ്പ് ഓൾറെഡി നമ്മൾ മാങ്ങയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഓക്കെ, ഇത് നന്നായിട്ട് ഇച്ചിരി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോഴേക്കും നമ്മുടെ ഞാൻ ആച്ചിയാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കായപ്പൊടി ആവശ്യത്തിന് യൂസ് ചെയ്യാം. ഇനി കുറച്ച്
ഉലുവാപ്പൊടി. മീനൊക്കെ വെക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഉലുവാപ്പൊടി. അപ്പോൾ ഈ ഉലുവാപ്പൊടിയുടെയും ഈ ഒരു കായത്തിൻ്റെയും ഒക്കെ ഒരു മണം, ഈ തിള വരുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണ്. നമുക്കിങ്ങനെ ചോറും കൂട്ടി അങ്ങ് കഴിക്കാനായിട്ട് തോന്നും. അമ്മാതിരി രീതിയിലുള്ള ഒരു മണവും നമുക്ക് ആ മണം രുചിയായിട്ട് ഫീൽ ചെയ്യും. ഇനി നമുക്ക് അവസാനമായിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വിനാഗിരി എന്തിനാണ് ഒഴിക്കുന്നതെന്ന് അറിയാമല്ലോ. ഇത് നമ്മുടെ ഉണ്ടാക്കുന്ന ഈ ഒരു മാങ്ങ അച്ചാർ കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട്, അതിനെന്താ പറയുക, ആറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ അച്ചാർ ഉപ്പൊക്കെ പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. ഇനി അവനെടുത്ത് അവസാനം ഇതിലോട്ടെടുത്ത് തട്ടിക്കൊടുക്കുന്നൊരു പ്രോസസ്സുണ്ട്. അപ്പോഴേക്കും ഇതൊന്ന് ആറട്ടെ അല്ലേ, ആറില്ലെങ്കിൽ അത് ചീത്തയായി പോകും. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ അരപ്പ് കൂട്ടാൻ നല്ലതായിട്ട് തണുത്ത് നല്ല മെൽറ്റായിട്ടിരിക്കണം കേട്ടോ. നല്ല തിക്നെസ് അല്ല, ഒരു ഗ്രേവി ടൈപ്പായിട്ടിരിക്കണം. അപ്പം ഇത് ഞാനിപ്പോൾ ഈ മാങ്ങയുടെ ഇതിൽ ഒഴിക്കാൻ പോകണം. പക്ഷെ മാങ്ങയിൽ ഒഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇത് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണല്ലോ, അപ്പോൾ ഇത് ഉപ്പിൻ്റെ ഒരു നീര് ഇതിലോട്ട് ഇറങ്ങണം. ആ ഒരു നീര് നമ്മൾ കളയണം. അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് എടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് മറന്നു പോകരുത്. ഇതിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു അതിലെല്ലാ വെള്ളത്തിൻ്റെ അംശവും ആ ഉപ്പിൻ്റെ അംശത്തിൽ ആ വടിഞ്ഞ് ഇളകുന്ന ഒരു വെള്ളമുണ്ട്. ആ വെള്ളം മൊത്തം ഞാൻ മാറ്റിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിലോട്ട് നമ്മുടെ മാങ്ങയുടെ അരപ്പിൻ്റെ കൂട്ട് ഞാൻ ഇതിലോട്ട് ഇടുകയാണ്. കടുമാങ്ങ അച്ചാർ. എനിക്ക് അരപ്പ് തന്നെ എടുത്ത് ചോറിലിട്ട് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് എനിക്ക് കൊതിയാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓൾറെഡി അതിൽ ഉപ്പുണ്ട്. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആവശ്യത്തിന് അതിലോട്ട് ഒഴിച്ചാൽ മതി. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കണക്കാക്കിയിട്ട് തന്നെയാണ്. മറ്റല്ലെങ്കിൽ ഉപ്പ് പിടിക്കണ്ടേ. ഇതിപ്പോൾ അങ്ങനെ ഉപ്പ് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ എനിക്കിന്നിപ്പോൾ ലഞ്ചിന് ഇതിപ്പോൾ ഞാൻ കഴിക്കും. ആ രീതിക്കാണ് ഞാനിത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഉള്ളത്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം. പിന്നെ മാങ്ങ ചെറുതായിട്ട് അരിയണം കേട്ടോ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അരിഞ്ഞാൽ അതിനൊരു നമ്മൾ കഴിക്കുന്നതിനൊരു ഇത് കിട്ടുന്നുള്ളൂ. മറ്റേ എനിക്ക് വലിയ കട്ടുത്തെടുക്കാതെ കട്ടുമുടുക്കന് കിടക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ല. എനിക്ക് നല്ല തിന്നായിട്ട് നല്ല ചെറിയ സ്ലൈസായിട്ട് കയറി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്, കായത്തിന് ചെറുണ്ട്, ആവശ്യത്തിന് എരിയേ ഉള്ളൂ. എരിയൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ടോളൂ. ഇനി ഇത് ഏതിൽ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബേസിലോ വല്ലതും ഉണ്ടാക്കാം. പക്ഷേ ഇത് നമുക്കറിയാലോ, നാരങ്ങ മാങ്ങ അച്ചാറൊക്കെ ഒരു ആസിഡ് ഫോമാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്തിലിട്ട് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പിയിലിട്ട് വേണം വെക്കാം. അപ്പോൾ ആ കുപ്പി എങ്ങനെ ഇട്ട് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പി നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളതിലിട്ട് വയ്ക്കാം. അപ്പോൾ കുപ്പി ഇന്നലെ ഞാനെടുത്ത് കഴുകി സെറ്റ് ചെയ്ത് വെച്ചു. ഇത് നെട്രല്ല മേടിച്ചതിൻ്റെ കുപ്പി കേട്ടോ, നെട്രല്ല നമ്മുടെ ചോക്ലേറ്റ്. അപ്പോൾ അത് കഴുകി വെക്കുക. കുപ്പിയിൽ വെക്കുന്നതാണ് എപ്പോഴും. നിങ്ങൾ പണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, 90s ഉള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, ഈ ഹോളിക്സിൻ്റെയൊക്കെ കുപ്പികളാണ് അന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഈ ഹോളിക്സിൻ്റെയൊക്കെ കുപ്പിയിലൊക്കെയാണ് അച്ചാറിട്ട് കഴിക്കുന്നത്. കാരണം കുപ്പിയിൽ മാത്രമേ അച്ചാർ ഫോംസുകൾ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാനിത് പ്രിപ്പയർ ചെയ്തു. ഇനി ഇതിലോട്ട് ഞാൻ മാറ്റാം. ഇതിപ്പം ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ ഫുൾ വെള്ളവും തോർത്തിട്ടുണ്ട്. ഇതിലോട്ട് സെറ്റ് ചെയ്ത്
സത്യം പറഞ്ഞാൽ ഒരു കാര്യം മറന്നുപോയി കേട്ടോ, വറ്റൽ മുളകിടാൻ മറന്നുപോയി. സാരമില്ല, അത് നിങ്ങൾ ഇട്ടോളാം, ഞാൻ അടുത്ത പ്രാവശ്യം ഒട്ടാകെ പോയിട്ടോളാം. ഇത് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഞാനെല്ലാം മറന്നുപോയി സത്യം പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് വേറൊരു അബദ്ധം കൂടി പറ്റി. ഈ ക്യാമറ ഉണ്ടല്ലോ, ലാൻഡ്സ്കേപ്പിൽ വെക്കുന്നതിന് പകരം ഞാൻ നേരെ പോർട്രേറ്റിൽ വെച്ച് ഒരബദ്ധം പറ്റിപ്പോയി. അപ്പം പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മൊബൈലാകുമ്പോൾ കുഴപ്പമില്ല, ടി വിയിൽ യൂസ് ചെയ്യുമ്പോൾ ഐ തിങ്ക് അത് ഇങ്ങനെ കാണത്തുള്ളൂ, സമചതുരത്തിലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സോറി, അടുത്തതിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. തലയ്ക്കുന്ന ചെറിയൊരു ഇതിന് ഡയറക്റ്റ് സ്പീച്ചിന് വന്നപ്പോൾ ചെറിയൊരു നെർവസ് ഉണ്ടായിരുന്നു, ഇപ്പം മാറി കിട്ടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മാങ്ങ അച്ചാർ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. എന്തായാലും മോശമാകത്തില്ല. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം.